DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടാകുന്ന അസുഖങ്ങളോ അപകടങ്ങളോ മൂലമുണ്ടാകുന്ന ആശുപത്രി ചിലവുകൾ താങ്ങുവാൻ പല കുടുംബങ്ങൾക്കും സാധിക്കാറില്ല. ഈയൊരു കാരണം കൊണ്ട് തന്നെ പല കുടുംബങ്ങളും കടക്കെണിയിലാകാറുണ്ട്. ഇതിനൊരു പരിഹാരമെന്ന രീതിയിലാണ് സർക്കാർ തലത്തിൽ തന്നെ സൗജന്യ കുടുംബാരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഇത്തരത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ സൗജന്യ ആരോഗ്യ കുടുംബ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി. കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് സംസ്ഥാനത്ത് നടപ്പാക്കുന്നത്. ഏകദേശം 45 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് വർഷം 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സാ ഇൻഷുറൻസ് ആനുകൂല്യമാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത്. ഈ പദ്ധതിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സർക്കാർ ആശുപത്രികൾ, മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ ആശുപത്രികൾ, സഹകരണ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാക്കപ്പെട്ട കുടുംബത്തിലെ പ്രായഭേദമന്യേ എല്ലാവർക്കും തന്നെ വർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഇതിലൂടെ ലഭിച്ചു വരുന്നുണ്ട്. എന്നാൽ ഈ പദ്ധതിയിലെ ഗുണഭോക്താക്കൾ പ്രധാനമായും BPL റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നവരാണ്. അതിനാൽ തന്നെ APL റേഷൻ കാർഡുകളായ നീലാവെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവർക്കും ഇത്തരത്തിലൊരു കുടുംബാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കവറേജ് വേണമെന്നത് വർഷങ്ങളായുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു. ഈ ഒരു ആവശ്യം കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റിൽ സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ്. കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതിയിൽപ്പെടാത്ത കുടുംബങ്ങൾക്കായി ആരോഗ്യ ഇൻഷുറൻസ് കൊണ്ടുവരും. ഇതിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ 50 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾ സർക്കാർ ഭാഗത്തു നിന്നും വരുമ്പോൾ തന്നെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. മറ്റു ചില സൗജന്യ ചികിത്സാ ഇൻഷുറൻസ് പദ്ധതികളും സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 43 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് സൗജന്യ അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതിക്ക് 15 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥി മരിച്ചാലോ വൈകല്യം സംഭവിച്ചാലോ പരമാവധി 3 ലക്ഷം രൂപ ലഭിക്കും. കിടത്തി ചികിത്സയ്ക്ക് 75,000 രൂപ വരെയും സാധാരണ ചികിത്സയ്ക്ക് 5,000 രൂപ വരെയും ഈ പുതിയ പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. മറ്റൊരു സ്കീം അസംഘടിത തൊഴിലാളികൾക്കുള്ളതാണ്. അസംഘടിത തൊഴിലാളികൾക്ക് 5 ലക്ഷം രൂപയുടെ അപകടമരണ ഇൻഷുറൻസ് ആണ് പുതുതായി കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിലേക്ക് തൊഴിലാളി വിഹിതമായി പ്രതിവർഷം 150 രൂപ മാത്രം അടയ്ക്കേണ്ടി വരും. അതുപോലെ ക്ഷേമനിധി ബോർഡ് അംഗങ്ങളായ ഓട്ടോറിക്ഷ, ടാക്സി തൊഴിലാളികൾക്കും കുറഞ്ഞ പ്രീമിയത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവരുന്നുണ്ട്. ലോട്ടറി തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർക്കും ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവയുടെ പ്രവർത്തന രീതിയും രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതിയുമെല്ലാം വരും ദിവസങ്ങളിൽ പുറത്തു വരുമ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. എന്തായാലും ഓരോ വർഷവും ചികിത്സാ ചിലവുകൾ വൻതോതിലാണ് വർദ്ധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ജനവിഭാഗങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് സംരക്ഷണം ലഭിക്കുന്നത് സ്വാഗതാർഹമാണ്. ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളുടെ കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ നിങ്ങളെ കൃത്യമായി തന്നെ അറിയിക്കുന്നതാണ്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.